അന്നെ പിരാന്താക്കല്ലേ പ്ലീസ്. ചുംബനല്ലേ ഞാൻ തിരിച്ചു തരാം, അതിലൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. ചുംബനം എത്ര വേണം ഇതല്ലേ ഞാൻ തിരിച്ചു തരാം, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. വെറുതെ എന്നെ വന്ന് പിരാന്താക്കണം. താര വി വെന്റ് ഓൺ ഡേറ്റ് വി കിസ്ഡോ. ഒന്ന് പോടാ, ഓളങ്ങനെ നിന്റെ പേരൊന്നും വരാൻ ചെയ്യില്ല. ഓക്കെ ലെറ്റ്സ് ഗോ. താഴ്ന്നു തുടങ്ങാം. എന്താ ഇതെന്താ താരല്ലേ ഇത് താരല്ലേ? ഷെമീർ വാച്ച് ദിസ് താര വീഡിയോ. ഓക്കെ നോക്കട്ടെ അടുക്ക് കേറാടാ. എന്താണിത്? എന്നെ പിരാന്താക്കല്ലേ, ഞാൻ നന്നായിട്ട് വന്നിട്ടുള്ളേ. ഓക്കെ അതാണ് ഞാൻ നന്നായില്ല. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ നന്നായിന്ന്. ഓക്കെ കൊച്ചോ ആർക്ക് ഇതാരാ? ഇതാരാന്നേ? ഓൾഡ് പണ്ടത്തെയാ? പണ്ടാണെങ്കിലും ഇവളിങ്ങനെ ആയിരുന്നാ? മുട്ട വീട്ടിൽ പോയിട്ട് കറി വെച്ചോ? ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങളും ഞാൻ ഇവിടെ ഇതാക്കൂല. ഞാൻ പറഞ്ഞില്ല, ഞാൻ നന്നായി. നിന്റെ മുട്ടമണിയും ഇതൊന്നും. ഓക്കെ ഇതേതാ ഈ ബാലൻ? ഒന്ന് വായി പൂട്ടടാ. വായി പൂട്ടെ പ്ലീസ്. എന്നെ പിരാന്താക്കല്ലേ പ്ലീസ്. നീ പോടാ നായി. ചാണകം കൊണ്ട. സോറി ചെയ്യാ പ്ലീസ്. എന്നെ പിരാന്താക്കല്ലേ പ്ലീസ്. ഹാപ്പി ന്യൂ ഇയർ ബ്രദർ. ചുംബനം നൽകുന്നു. ഇതാ എക്സ്, ഇവനാ എക്സ്. കൂമ്പാരം മുട്ട ചാണക 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 കൂമ്പാരത്തിൽ നീ മുട്ട ഇട്ടിട്ട് റോസ്റ്റ് ആക്കിയിട്ട് എന്തൊക്കെ തിന്നോ? അതെല്ലാം എന്തിനാ എൻ്റെ അടുത്ത് വേണ്ടി പറയാം? എന്നെ പിരാന്താക്കല്ലേ പ്ലീസ്. ഞാൻ നന്നായിട്ടുള്ളത്. വെറുതെ എന്നെ പിരാന്താക്കരുത് പ്ലീസ്. എക്സ് ഇവനാണോ എക്സ്? ടി വി ബാലൻ. ഇവനെ ഞാൻ കാണുന്നുണ്ട്. ഇവനെ ഞാൻ ഇന്ന് കാണും. ഇവനോട് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. ഉമ്മ നായി. നീ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല. തരാലോ അതിന്റെ സത്യം പറഞ്ഞ ഇതൊക്കെ അങ്ങനെ കൊടുത്ത് ശീലമില്ല. നല്ലൊരു പ്ലേസ് വൈബ് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം. അത് ഈ കണ്ടാലും അപ്പൊ ഞാനോ ഇവനെ ഞാൻ ഇന്ന് കാണും. എനിക്ക് രണ്ട് ചോദിക്കാനുണ്ട്. ഇതെന്താ നിങ്ങള് ഇങ്ങനെ ആയിരുന്നോ? ഓൾഡ് ആണെങ്കിൽ എന്താ ഇത്? കുറച്ച് മാന്യം മര്യാദ വേണ്ടാ. ബാലനല്ല പോയി, ഞാനേ ഉണ്ടാവും കൂടാ. മനസ്സിലാക്ക്. പണ്ടേ ഇവളൊരു ഇതാന്ന് തോന്നുന്നു. ലവ് യു. എന്നോട് ലവ് യു പറ. ഇതെന്തൊരു അവസ്ഥയാണിത്. അതിന്റെ ഉള്ളിൽ അതാ സൂപ്പർ ചാറ്റ് ഓഫാക്കാം. എടാ ഇപ്പൊ നല്ല ഇതാന്ന്. വേറെ തെറിയൊന്നും വരുന്നില്ല. ഇത് വരുമ്പോ ഓഫാക്കിയാ പോരെ. ഇപ്പഴെന്തിനാ ഓഫാക്കുന്നത്? ഇത് എന്നാലും ഇത് ഒന്ന് വിളിച്ചാലോ?
ഒന്ന് വിളിച്ചാലോ. ഓൾഡ് ക്ലിപ്പെല്ലാം തന്നെ, പക്ഷെ എന്നാലും शमीर बलूशा की ओरू हाय तारा हूँ. ബാദുഷ ഹായ് ബാദുഷ. ഇത് നോ മെറ്റ. ഓക്കെ 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 ഞാൻ ഇതായി. ഓക്കെ ആ ഇവൻ അന്ന് വന്നത് എന്താ എക്കോ അടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നല്ല നിനക്ക് പറയാം. നിന്റെ ഓള് വേറൊരാളെ കൂടെ ഞാൻ പറയുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമുക്ക് അങ്ങനെ പാസ്റ്റ് ഒന്നും അങ്ങനെ ഇതായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. എന്ത് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇപ്പൊ നോക്ക് ഉണ്ട്. മൂട് പോയല്ല. ഇത് മറ്റേ ഇവന്റെ പേരെന്താവളെ ഞാൻ മറന്നുപോയി. അന്ന് വന്ന അനന്തോ എന്തോ പേരുണ്ട് ഇവന്റെ, ഞാൻ മറന്നുപോയി പേര്. കഴിഞ്ഞ തൊപ്പിയുടെ ലൈവിൽ ഞാനും ഉണ്ടായിരുന്നു. പ്രേതത്തിനെ പറ്റി പറയാൻ പോയതാണ്. എന്റെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത്. വേറൊന്നുമല്ല, എന്റെ നോക്കോടാ. ഓക്കെ ഞാൻ മിണ്ടുന്നില്ല, ഞാൻ ബായി കൂട്ടി നിന്നോളാം. ഓക്കെ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് ജാമായി. ഇത് മറ്റേ കിംബോയും മനോജും വന്നന്ന് പെട്ട് ഗൈസ്. രാത്രി 2 മണിയാണ് സമയം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിക്കാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് നമ്മുടെ മുനുവിന് ഒരു മെസ്സേജ് ഇട്ട്, ഉറപ്പില്ലായിരുന്നു, എന്നാൽ ഞാൻ ചുമ്മാ ഒരു മെസ്സേജ് ഇട്ട്. ഇത് ഇവന്റെ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ ഉന്തി കൊടുത്തത് എന്തോ. ബ്രോ ഇങ്ങനെ വഴി പെട്ടുപോയി. ഓക്കെ 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 ആർ പി ഓക്കെ. പക്ഷെ ഞങ്ങക്ക് ഇടയ്ക്ക് ഇത് കാണുമ്പോ ഒരു ഇത് വരുന്നടാ. ഇല്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച്. ഞാൻ എന്തായാലും പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ അതെല്ലാം ക്ലിപ്പ് കാണിച്ചുതരാം. എന്റെ വണ്ടി പോയി, ഇനി എനിക്ക് വണ്ടിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോ വണ്ടിയൊന്നും കിട്ടൂല. എനിക്ക് ഇതും കൊണ്ട് പോകാനും പറ്റൂല. കടന്നിറങ്ങി നാളെ പോവാ. അപ്പൊ വെൽക്കം. അങ്ങനെ ഇവൻ അന്ന് ഒരു ദിവസം ഞാൻ മറന്നു, ഇത് കുറെ ആയല്ലോ നടന്നിട്ട്. അങ്ങനെ ഇവൻ അന്ന് നമ്മളെ കൂടെ കടന്നിട്ടാ പോയത്. അന്ന് നമ്മളെ വീട്ടില് അല്ല, നമ്മളെ കൂടാന്നല്ല, നമ്മളെ വീട്ടിൽ കടന്നിട്ട് പോയത്. എന്റെ കൂടെ കടന്നിട്ടാ പോയത്. ഷമീറിന്റെ ഒറ്റ വാക്കിലാണ് തന്നെ കിടത്താന്ന് പറഞ്ഞത്. പക്ഷെ ചെക്ക അടിപൊളിയായിരുന്നു കേട്ടോ. ചെക്ക അടിപൊളി ചെക്കനായിരുന്നു. അല്ല ഇതെനിക്ക് കാണാൻ കഴിയില്ല. വെറുതെ എന്റെ മൂഡ് പോകും. ഇത് ഓർമ്മ ഇത് കണ്ടാ വെറുതെ പിന്നെ ഒരു സന്തോഷം ഇതാവും. ഒരു കുറച്ച് പ്രശ്നം വേണ്ട. ഷമീറേട്ടാ 2 ദിവസം ഡിസ്കോഡിൽ എൻ്റെ വീഡിയോ കണ്ട് പ്ലീസ് ഏട്ടാ ഒന്ന് നോക്ക്. ഇവന്റെ ഇന്ന് ഒന്ന് ഓർമ്മിപ്പിക്കണം. മിന്നാന്ന് എന്തെല്ലോ ആയിട്ട് എൻ്റെ ആയി പോയി. മിന്നാന്ന് കറണ്ടെല്ലാം പോയിട്ട് എൻ്റെ ആയി പോയി. അപ്പൊ ഇന്ന് ഇവന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഇതെന്താ ഇത് മയവില്ലേ? അല്ല അങ്ങനെ എന്റെ കൂടെ കിടന്നതല്ല, അങ്ങനല്ല. കിടന്ന് മീൻസ് ഒരുമിച്ചാണ് നമ്മൾ കിടന്നത്. പക്ഷെ വേറൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒന്നുമില്ല. എന്റെ കൂടെ കിടന്നു. ഞാൻ കണ്ണിറുക്കുന്ന അണ്ടി. മുഖാവുമ്പോ കണ്ണിറുക്കും, അല്ലാണ്ട് അണ്ടി അല്ലാലോ മുഖം ഇറുക്ക. മുഖാവുമ്പോ കണ്ണിറുക്കും. അതിനെന്താ ഇതെന്തിനാ പറയുന്നത്? ഇതിങ്ങനെ സൂപ്പർ ചാറ്റ് നിന്ന് കഴിയുമ്പോ 40 റുപ്യ ഉണ്ട് എന്നുള്ളതിന്റെ കയപ്പാ നിങ്ങക്ക് നാറി. യഥാർത്ഥ സബ്സ്ക്രൈബർ എന്റെ അതാണ് അവനാണ് ഇത് മൂഡ് സിങ്സ് ആണെന്ന് തോന്നട്ടെ. സായിപ്പിന്റെ മൂഡ് സിങ്സ് ആണെന്ന് തോന്നുന്നു. ഇതെന്താ ഇത്? ദിസ് ബോണ്ട് നോക്കട്ടെ. നോ തെറി. നോ തെറി തന്നെ. ഞാൻ തെറിയൊന്നും വിളിച്ചില്ലല്ലോ. തെറിയാവൊന്നും വിളിച്ചില്ല. 12 കൊല്ലായിട്ട് പോയിട്ടില്ല. ഇവരെ പാട്ട്, നമ്മളെ പാട്ട്, പുതിയ പാട്ടുണ്ട്. പുതിയ പാട്ടുണ്ട് തലപ്പാവ്. അത് ഞാൻ ഇപ്പൊ അത് നമുക്ക് റിയാക്ട് ചെയ്താലോ? പറ. ഞാൻ തലപ്പാവ് റിയാക്ട് ചെയ്താലോ? തലപ്പാവ് പറ. എന്താ ഇത്? ഓട്ടോമാറ്റിക് പുക വന്നാ നോക്കിയാ
ഈ വീഡിയോ ഒന്ന് മറ്റേ എഡിറ്റ് ചെയ്തിട്ട് മറ്റേ ഇതാക്കിയത് കുണ്ടനാക്കി വെച്ച തന്നെ ഓന് നമ്മൾ ഇങ്ങനെ ആക്കുന്നുള്ളൂ. പക്ഷെ അത് മറ്റേ വീഡിയോ ഉണ്ട്, അത് കണ്ടവർക്കറിയാം എന്തൊരു അപരാധം ആക്കി വെച്ചിന് നാറി. ഇതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? അതല്ല ഞാൻ പോകാം. നമ്മളല്ലേ ഈ പണിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലേ ഇതെന്താണ് ബാക്കുന്ന ഒരു സൈഡ് നോ യെസ് നോ യെസ് നോ യെസ് 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 റിയാക്ട് ചെയ്യാം. ഗരുഡനെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. KGF-നെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗരുഡനെ കൊന്നിട്ട് കണ്ടുനിന്നവരുടെ ഒക്കെ മനസ്സിൽ ധൈര്യം നിറച്ച് അവരെയെല്ലാം ഒന്ന് പോയാ എനിക്ക് കയ്യിൽ ഇത് എന്റെ മാസം എടുക്കാൻ വേണ്ടിട്ട് എന്നാലും കാണാൻ തോന്നല്ലേ രസമുള്ള സൈനികരാക്കി മാറ്റിയത്. ഇതെന്താ തൊണ്ടയിലെ മുറുകുന്ന ഇട്ടിട്ട് പുല്ല് ബൈക്കും പോയി മൂഞ്ചിയും തോന്നട്ടാ. നമ്മൾ ഷെഡി വിട്ടില്ല. താരാ വെയിറ്റിംഗ് കേറാ. ഇത് നേരത്തെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യാം നമുക്ക് റിയാക്ട് ചെയ്യാം. ഒരു മിനിറ്റ് എൻ്റെ ഒരു ഇതെല്ലാം ഉണ്ട്, എനിക്കൊരു ചെറിയ റോളെല്ലാം ഉണ്ട് അതിൽ. ഒരു മിനിറ്റ്. ഓക്കെ ലെറ്റ്സ് ഗോ. Bro, you look way too monkey. I'll kero polycum. ഈ ലുക്കിൽ നമുക്ക് മങ്കി കയറാം. അതാകുമ്പോൾ ഞാൻ ഒരു നല്ലവനാന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് ഐഡിയയും ഇതെല്ലാം കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നോ? നീ കള്ളു കുടിക്കുന്ന സ്ക്രിപ്റ്റ് ഇട്ടോ, അതിൽ നെഗറ്റീവ് വന്ന് ആ കാരണം അല്ല, അതൊരു ഇതല്ല, ഒരു അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഗൾഫ് പോകാൻ പറ്റുക. കള്ളു കുടിക്കുന്നതിന് ഇവൻ സ്ക്രിപ്റ്റ് ഇട്ടിട്ട് എനിക്ക് കൊറേ. ഇത് നമ്മൾ ഓണത്തിന് അന്ന് ചെയ്തത്. എന്താ പറ നെഗറ്റീവ് മെസ്സേജുകളും കമന്റുകളും വന്നിട്ടുണ്ട്. ഓക്കെ, റിയാക്ട് ചെയ്യണോ വേണ്ടയോ പറ. ഇത് കള്ളുകൂടിയമാർ കുട്ടികളെ അങ്ങനത്തെ കുറെ സാധനം വന്നിട്ടുണ്ട്. ഇതന്ന് പരിപാടിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് എന്താ പറയാ പെപ്സിയാന്ന് മറ്റേ വീഡിയോ തന്നെ ഉണ്ട്. ഇതെല്ലാം ക്ലിയർ ആയ കാര്യമാണ്. ഇതെല്ലാം എന്തിനാണ് വന്നിരുന്നത്? ഇതെന്താന്ന് ശാന്ത ചേച്ചി, എന്താന്ന് നിങ്ങൾ ഇപ്പൊ ഡിസ്കോഡിലേക്കെല്ലാം എത്തിയാ? ഇപ്പൊ ഡിസ്കോഡിലാണോ നിങ്ങളെ പരിപാടി? ഇപ്പൊ മറ്റേ കുടുംബശ്രീ ഒന്നും ഇല്ലേ? എന്താണിത്? ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. ഇതെന്താ ഇത്? ഒഴിക്കുന്നതിന് മുമ്പേ ഒഴിക്കല്ലേതാ? ഇതെന്തൊരു ടാക്ടിക്കാത്? ജോമും രണ്ടി കുറച്ചു നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട്, നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. ഇല്ലേ? അതും കൂടി ഇട്, അതും കൂടി കാണാലോ അപരാധം. ഇതെന്താ ഇത്? ഷാഫി ഐ ഡോണ്ട് കെയർ എന്നെല്ലാം പറയുന്നുണ്ട്. എടാ 9 മണി കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ നിന്ന് പുറത്ത് വിടൂല അല്ലേ? 9 മണിയാകുമ്പോൾ നിന്നെ ഉമ്മ വിളിക്കൂല. നീ എന്താ ഐ ഡോണ്ട് കെയർ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പൊമ്പിള്ളറെ വളക്കാനായിട്ട് ഓരോ പരിപാടി ചെയ്യുന്നു ഷാഫി. ഷമീർ താര ഫ്ലേട്ടിങ്, ഇതാണ് നമ്മളിപ്പോ കണ്ടത്. റിയാക്ട് ചെയ്യാം. ഇത് ഞാൻ കണ്ട് എന്റെ വെറുതെ മൂടുകളല്ല. പക്ഷേ ആദ്യം എന്റെ ആ ഫാമിലിയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. അതെ മനസ്സിലായോ? നീ ഇവള് സിഐഡിയില്ല? ഇവള് സിഐഡിയില്ല. അപ്പൊ ഇവളെ ഒന്ന് കാണണല്ലോ. താരം എങ്ങനെയെന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അറിയാം. നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നല്ലേ അവള് പറഞ്ഞേ? ഇത് ഇന്നലത്തെ പരിപാടി, ന്യൂ ഇയർ പരിപാടി. ഇന്നലെ അതുകൊണ്ട് ലൈവിലാണ്ട്. ഇന്നലെ ന്യൂ ഇയർ പരിപാടി ആയിരുന്നു. മറ്റേ ഇവിടെ എവിടെയെന്ന് ഞാൻ മറന്നുവല്ല, സ്ഥലത്തിന്റെ പേരെന്താ? ഇന്നലെ ഇവിടെ മരടോ ഇങ്ങനെ അവിടെ എവിടെയാണ് ന്യൂ ഇയർ പരിപാടി ആയിരുന്നു നമ്മളെ. അണ്ണനെ കണ്ടു ഇന്നലെ. അണ്ണനെ മീറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഡാൻസെല്ലാം കളിച്ച് പൊളിച്ച് അങ്ങനെ പോയി. സോങ് റിയാക്ട് ചെയ്യാം.
അല്ലാ. ആ അപ്പോ സിറ്റി കയറാ നമുക്ക് അടുക്ക